ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന ആർഎസ്എസ് സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയിൽ തലയൂരി ആർഎസ്എസ് നേതൃത്വം. ടി.ജി. മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആർഎസ്എസിന്റെ പദവികളിലുള്ള ആളല്ല മോഹൻദാസ് എന്നും വിശദീകരണം. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, അങ്ങനെ ആർഎസ്എസ് മോഹൻദാസിനെ തള്ളുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും. അതായത് ഈ ടി.ജി. മോഹൻദാസിന്റെ നിലപാടിൽ നിന്ന് കൈയൊഴിയുകയാണ് നിലവിൽ ആർഎസ്എസ് ചെയ്യുന്നത്. അതായത് ടി.ജി. മോഹൻദാസ് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, അങ്ങനെ സമരം അവസാനിപ്പിക്കണം എന്നുള്ള പ്രസ്താവനയായിരുന്നു. താനായിരുന്നു എങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, അതിനുശേഷം വിദ്യാർത്ഥികളെ വെടിവെക്കും, അപ്പോൾ കുറേ പേർ മരിക്കും, അതോടെ സമരം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ അദ്ദേഹത്തിന് എതിരായി ഉണ്ടായി. നിലവിൽ SFI, AISF ഉൾപ്പെടെയുള്ള സംഘടനകൾ പോലീസിൽ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ആ പരാതി താഴേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നടപടി പോലീസും സ്വീകരിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് RSS അദ്ദേഹത്തെ തള്ളി രംഗത്തെത്തുന്നത്. RSS വ്യക്തമാക്കുന്നത് ദക്ഷിണ കേരള ചർച്ചചാലകാണ് നിലവിൽ ഇതിനെ തള്ളി രംഗത്തെത്തിയത്. അദ്ദേഹം ഇതിൽ പറയുന്നത് RSSന്റെ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിൽ പ്രവർത്തിക്കുന്ന ആളല്ല ടി.ജി. മോഹൻദാസ്. ഒപ്പം തന്നെ ടി.ജി. മോഹൻദാസിൻ്റെത് വ്യക്തിപരമായ നിലപാടാണ്, RSSന് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല അത് തള്ളണം എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ നിലപാട് തള്ളണം എന്നുള്ളതാണ് നിലവിൽ RSS ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും RSSന്റെ സജീവ സാന്നിധ്യവും RSSന്റെ എല്ലാ പരിപാടികളിലും RSSന് വേണ്ടി സംസാരിക്കുകയും ഒപ്പം തന്നെ സൈദ്ധാന്തികമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അംഗത്വം, RSSൽ പ്രത്യേകിച്ച് ഒരു അംഗത്വം എന്നുള്ള സിസ്റ്റം ഇല്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രധാന ഭാരവാഹികളെയൊക്കെ നിയമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞാണ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ കൈയൊഴിഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും RSSന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് തന്നെയാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹമാണ് ഒരു RSSന്റെ എന്നുള്ള തരത്തിലുള്ള വിശകലനം നടത്തി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അക്കാര്യം പങ്കുവെച്ചത്. വിദ്യാർത്ഥികളെ വെടിവെച്ചാൽ സമരം അവസാനിക്കും, അത്രയേ കാര്യമുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതിന് ഇപ്പോൾ RSS എന്തായാലും കൈയൊഴിയുന്നു. RSS വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. ഭദ്ര.